കർമ്മവും ഫലവും മനഃശാന്തിയിലേക്കുള്ള ബുദ്ധന്റെ രഹസ്യം. ബുദ്ധന്റെ മുഖ്യ സിദ്ധാന്തം ഇതാണ്: നിങ്ങളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം വിത്തുകൾ പോലെയാണ്. നിങ്ങൾ അവ നടുന്നു, നിങ്ങൾ തന്നെ അവയുടെ വിളവ് അനുഭവിക്കുന്നു. എന്നാൽ ഇത് ഒരു ശിക്ഷയുടെ നിയമമല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ഒരു ശാസ്ത്രമാണ്. ഒരു രഹസ്യം: കർമ്മം ഒരു ഭാരമല്ല, ഒരു ഉപകരണം ആണ്. സാധാരണ ധാരണ: കർമ്മം ഒരു പാപപുണ്യ ലിസ്റ്റ്, ഒരു നിർബന്ധിത ഭാവി. ബുദ്ധന്റെ രഹസ്യം: കർമ്മം ആശയപ്രസരണം എന്നർത്ഥമുള്ള കമ്മ എന്ന പാലി വാക്കിൽ നിന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള പ്രവൃത്തി എന്നാണ്. എല്ലാ പ്രവൃത്തിക്കും ഒരു ഫലം ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് എപ്പോഴും പുതിയ കർമ്മം നടാനും പഴയ ഫലങ്ങൾ മാറ്റാനും കഴിയും. മനഃശാന്തിയുടെ വഴി: എന്റെ ഇന്നത്തെ പ്രവൃത്തികൾ എന്റെ നാളത്തെ സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ഇത് ഉത്തരവാദിത്തം നൽകുന്നു, എന്നാൽ നിരാശയും അല്ല. 2. രഹസ്യം: ഫലത്തിൽ അശ്രദ്ധയാണ് സമാധാനത്തിന്റെ കീ. ഇതാണ് ഏറ്റവും ഗാഢമായ രഹസ്യം. ബുദ്ധൻ പറഞ്ഞു: ഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക, പ്രവർത്തിക്കാതെ ഫലം ആഗ്രഹിക്കരുത്. എന്തുകൊണ്ട്? ഫലത്തെക്കുറിച്ചുള്ള അതിരറ്റ ആഗ്രഹം, തൃഷ്ണ തന്നെയാണ് ദുഃഖത്തിന്റെ മൂലകാരണം. എങ്ങനെ? കർമ്മം ചെയ്യുക, നിങ്ങളുടെ കർമ്മം, പ്രവൃത്തി 100% നൽകുക. ഫലം വിടുക, ഫലം പ്രകൃതിയുടെ, ലോകത്തിന്റെ ചുമതലയ്ക്ക് വിട്ടുകൊടുക്കുക. പ്രായോഗികം: ഒരു പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഞാൻ എനിക്കാവുന്നത്ര നന്നായി പഠിക്കും എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ എത്ര മാർക്ക് വാങ്ങും എന്നതിൽ അല്ല. ഈ മാനസികാവസ്ഥ കോപവും നിരാശയും നീക്കം ചെയ്യുന്നു. 3. രഹസ്യം: കർമ്മം 3 വിധത്തിലുണ്ട്, ഒരെണ്ണം മാത്രം മോക്ഷം നൽകുന്നു. ഒരു കുളിരൻ കർമ്മം: ശുഭം, സത്യം, ദാനം എന്നിവയിൽ നിന്നുള്ള പ്രവൃത്തികൾ. ഫലം: സന്തോഷവും സമാധാനവും. 2. ചൂടൻ കർമ്മം: അശുഭം, കോപം, ലോഭം, ദ്വേഷം എന്നിവയിൽ നിന്നുള്ള പ്രവൃത്തികൾ.